Hi all, welcome to Wings to Wing Education. ഇന്ന് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിന്റെ തേർഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇൻഡിഫറൻസ് കർവ് വരെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു ഇമ്പോർട്ടൻറ്റ് ഏരിയയിലേക്ക് പോവാം. ഫസ്റ്റ്, ആൻ ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്. അതായത് it is a graph showing a whole set of indifference curves is called an indifference map. ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ ചേർന്നതാണ് ഒരു ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? an indifference map എന്ന് വിളിക്കാം. Each successive curve further from the original curve indicates a higher level of total satisfaction. നമുക്ക് 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഇൻഡിഫറൻസ് കർവുകളുണ്ട്. ഈ ഇൻഡിഫറൻസ് കർവിനെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കാം. IC1, IC2, IC3, IC4. ഇതില് IC1നേക്കാൾ കൂടുതൽ, IC1നേക്കാൾ മുകളിലായിട്ടാണ് IC2 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ IC2ന് IC1നേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നത് ഏതാണ്? ഹയസ്റ്റ് level of indifference curve. Higher indifference curve shows higher level of satisfaction. Lower indifference curve shows lower level of satisfaction. ഇനി ഇൻഡിഫറൻസ് കർവിനോട് ചേർന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് MRS, marginal rate of substitution. What is MRS? MRS introduced by Dr. J.R. Hicks and Professor R.G.D. Allen to take the place of the concept of diminishing marginal utility. Allen and Hicks are of the opinion that it is unnecessary to measure the utility of a commodity. The necessary is to study the behavior of the consumer as to how he prefers one commodity to another and maintains the same level of satisfaction. ഹിക്സും അലനും കൂടെ പറഞ്ഞിട്ടുള്ളത് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അൺനെസസറി തിങ് ആണ്. കാരണം അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആയതുകൊണ്ട് തന്നെ അത് നമ്പർ വെച്ചിട്ട് നമുക്ക് അളക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന് പകരം ഇതെന്ത് ചെയ്യാൻ പറ്റും? പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്ന കമ്മോഡിറ്റിയാണ് നമുക്ക് ആദ്യം വേണ്ടത്, അതിനുശേഷം മതി മറ്റത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് റാങ്ക് ചെയ്യാനോ പ്രിഫർ ചെയ്യാനോ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഹിക്സും അലനും കൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാം എന്നതല്ല, MRS വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു കമ്മോഡിറ്റിയുടെ തോത് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. The rate of ratio at which goods X and Y are to be exchanged is known as the marginal rate of substitution. അപ്പോൾ എന്താണ് MRS എന്ന് പറയുന്നത്? It is the ratio or rate at which goods X and Y are to be exchanged is known as MRS. എന്താണ്? എക്സും വൈയും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ റേഷ്യോയെയാണ് എന്ത് വിളിക്കുന്നത്? MRS എന്ന് വിളിക്കുന്നത്. അതായത് the marginal rate of substitution of X for Y measures the number of units of Y that must be sacrificed for unit of X gain so as to maximize a constant level of satisfaction. സാറ്റിസ്ഫാക്ഷനെ നമ്മൾക്ക് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്താൻ എക്സിന്റെ അഡീഷണൽ യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈയുടെ എത്രത്തോളം യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുവോ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MRS എന്ന് വിളിക്കുന്നത്. എക്സ് ഗെയിൻ ചെയ്യുന്നത് വൈ സാക്രിഫൈസ് ചെയ്യണം, എക്സ് ഗെയിൻ ചെയ്യുന്നതിലേക്ക് വൈ സാക്രിഫൈസ് ചെയ്യുന്നതിലേക്കുള്ള റേഷ്യോയെയാണ് സിംപ്ലി MRS എന്ന് വിളിക്കുന്നത്. Marginal rate of substitution can also be defined as the ratio of exchange between small units of two commodities which are equally valued or preferred by a consumer. നമുക്ക് MRS XY നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. എക്സ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് നിലനിർത്താൻ എന്ത് ചെയ്യേണ്ടി വരും? വൈയെ നമുക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ MRS XY എങ്ങനെ മെഷർ ചെയ്യാം? ഡെൽറ്റ വൈ, എത്ര യൂണിറ്റ്സ് വൈയെ നമ്മൾ ത്യജിക്കപ്പെടുന്നു, സാക്രിഫൈസ് ചെയ്യപ്പെടുന്നു, ഡെൽറ്റ എക്സ്, എത്ര യൂണിറ്റ് എക്സിനെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നു, അതിനെയാണ്, ആ ഒരു റേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? MRS എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് diminishing MRS. What is diminishing MRS? In the above schedule, we have seen that as the consumer moves from combination first to fifth, the rate of substitution of goods X for good Y goes down. അതായത്
എക്സിനെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വൈ എന്ത് ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് എക്സ്ട്രാ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 5 യൂണിറ്റ് വൈയെ സാക്രിഫൈസ് ചെയ്തു. ഒന്നിന് പകരം 5 വൈ ഒഴിവാക്കേണ്ടി വന്നു. 5 വൈ ഒഴിവാക്കിയാലേ ഒരു എക്സ് കിട്ടത്തുള്ളായിരുന്നു. പിന്നെ നമുക്ക് വീണ്ടും ഒരു എക്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് 4 എണ്ണം സാക്രിഫൈസ് ചെയ്താൽ മതിയാവും. വീണ്ടും ഒരു എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 3 വൈയെ സാക്രിഫൈസ് ചെയ്താൽ മതിയാവും. വീണ്ടും ഒരു എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 2 വൈയെ സാക്രിഫൈസ് ചെയ്താൽ മതിയാവും. അപ്പൊ എന്താണ്, 5ൽ നിന്നും 4 അല്ലെ, 5/1, 4/1, 3/1, 2/1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു റേറ്റ് കുറഞ്ഞു വരികയാണ്. അതിനെയാണ് ഡിമിനിഷിങ് MRS എന്ന് വിളിക്കുന്നത്. MRS എന്ത് ചെയ്യുന്നു, ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡിമിനിഷിങ് MRS എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. In other words, as the consumer has more and more units of good X, he is prepared to forgo less and less of good Y. This behavior showing falling MRS of good X for good Y and it to remain at the same level of satisfaction is known as diminishing marginal rate of substitution. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, diminishing marginal rate of substitution എന്ന് വിളിക്കുന്നത്. എക്സിന്റെ സെയിം യൂണിറ്റ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് വൈയുടെ ചെറിയ ചെറിയ എമൗണ്ടുകൾ എന്ത് ചെയ്താൽ മതി, ത്യജിച്ചാൽ മതി. ആദ്യം വലുത്, പിന്നെ അതിനേക്കാൾ ചെറുത്, പിന്നെ അതിനേക്കാൾ ചെറുത്, അങ്ങനെയാണ് വൈ ത്യജിക്കപ്പെടേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു റേറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിമിനിഷിംഗ് ടെൻഡൻസി കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും. The indifference curve IC slopes downward from left to the right. This means a negative and diminishing rate of substitution of one commodity for other. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യാണ്, ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കാരണമായിട്ടാണ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗിലേക്ക് വരാനുള്ള കാരണം. ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ പരിചയപ്പെടാം. താങ്ക് യു ഫോർ ലേണിംഗ്. ഞാൻ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡിമാൻഡ്സിനെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ത്രൂ അത് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ആയിരിക്കും ഇനി നമുക്ക് മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകൾ. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.